കീപ്പർ സ്റ്റമ്പിനടുത്തേക്ക് കയറി നിൽക്കുമ്പോൾ ആരോടൊക്കെ പറഞ്ഞിട്ട് വേണം കയറി നിൽക്കാൻ? മിക്കവാറും കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിക്കറ്റ് കീപ്പർ സ്റ്റമ്പിനടുത്തേക്ക് കയറി നിൽക്കുന്നതിന് മുൻപ് ബാറ്ററോട് പറയുന്നതും സ്ട്രൈക്കേഴ്സ് ആൻഡ് അമ്പയറെ വിളിച്ച് അമ്പയറേയും അത് ഇൻഫോം ചെയ്യുന്നത്. SK ക്രിക്കറ്റ് ലൈഫ് എന്ന പേജിൽ വന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മുന്നിലേക്ക് കയറി നിന്ന വിക്കറ്റ് കീപ്പറോട് മറ്റു ചിലർ കൊടുക്കുന്ന നിർദ്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. അമ്പയറോട് പറഞ്ഞിട്ട് കയറി നിൽക്കുക എന്നാണ് അവർ പറയുന്നത്. എന്താണ് ക്രിക്കറ്റ് നിയമപ്രകാരം ചെയ്യേണ്ടത്? ശരിയാണ്, വിക്കറ്റ് കീപ്പർക്ക് മൂവ്മെൻറ്റിന് നിയന്ത്രണങ്ങളുണ്ട്. വിക്കറ്റ് കീപ്പറുടെ പൊസിഷൻ സംബന്ധിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ ക്രിക്കറ്റ് നിയമത്തിലുണ്ട്. പക്ഷേ അതെല്ലാം ബോൾ പ്ലേയിലാവുമ്പോൾ മാത്രമാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് ബോൾ ചെയ്യാനായി ബോളർ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി റണ്ണപ്പ് ഇല്ലാത്ത ബോളർ ആണെങ്കിൽ ബോളിംഗ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അതിനു മുൻപ് വരെ കീപ്പറോ ഫീൽഡറോ ഒരു സ്ഥാനത്തേക്ക് മാറുന്നത് അമ്പയറെയോ ബാറ്റേഴ്സിനെയോ അറിയിക്കേണ്ട കാര്യമില്ല. ബോൾ പ്ലേയിലാവുന്നതിന് മുൻപ് കീപ്പറും ഓരോ ഫീൽഡറും എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ബാറ്ററുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർ അപ് ടു നിൽക്കുമ്പോൾ ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. ബോൾ ഡെഡ് ആയിരിക്കുന്ന സമയത്ത് അയാൾക്ക് നിയമം അനുശാസിക്കുന്ന സ്ഥാനം സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം. ഇതിനർത്ഥം ബോൾ പ്ലേയിലായി കഴിഞ്ഞ് കീപ്പറോ ഫീൽഡറോ അനങ്ങാനേ പാടില്ല എന്നല്ല. ബോൾ പ്ലേയിലായി കഴിഞ്ഞും വിക്കറ്റ് കീപ്പർക്കും ഫീൽഡർമാർക്കും മൂവ് ചെയ്യാൻ ചില ഇളവുകൾ നിയമം അനുവദിക്കുന്നുണ്ട്. അത് വിശദമായി അടുത്ത വീഡിയോകളിൽ വിശദീകരിക്കാം.